ഈ ആത്മാക്കളുമൊക്കെ ഡീൽ ചെയ്യുന്ന പലരുടെയും എടുത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രോഗത്തിന് വരാനിരുന്നൊരു അപകടം അങ്ങനെ അങ്ങ് പോയി എന്ന് വിചാരിച്ചാൽ മതി. എന്തൊക്കെ പ്രശ്നങ്ങൾക്കാണ് നാച്ചുറൽ സ്റ്റോൺ ധരിച്ചാൽ പ്രയോജനം ലഭിക്കുക? എല്ലാ പ്രശ്നങ്ങൾക്കും, ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും. പണമില്ലാത്തതിന് ഉണ്ട്. ഈ റിലേഷൻഷിപ്പ് പ്രശ്നങ്ങൾ തീർച്ചയായും റോസ് ക്വാർട്സ്. ആകർഷണം റോസ് ക്വാർട്സ്. ആരോഗ്യത്തിന് ഹാർട്ട് ചക്ര, നമ്മുടെ ഗ്രീൻ കളറിലെ ക്രിസ്റ്റൽസ്. അല്ലെങ്കിൽ അവരുടെ മനസ്സിലൊരു ആൺകുട്ടി ഉണ്ടാവും, രണ്ടു കൂട്ടരും വിളിക്കാറുണ്ട്, അവരെ വളയ്ക്കണം മലയാളത്തിൽ പറഞ്ഞാൽ. അതിനു വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? അത് ചിലർ വിളിച്ചിട്ട് പശ്യം ചെയ്യാൻ പറ്റുമോ, പൂജ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഏതെങ്കിലും കല്ല് മേടിച്ച് ധരിക്കണോ, എന്താണ് ചെയ്യുന്നത്? അപ്പം ഞാൻ ഇവരോടൊക്കെ പറയും, നിങ്ങൾ ആത്മാർത്ഥമായി ശ്രമിച്ചാൽ മതി, ഇതൊന്നും ചെയ്യേണ്ടതെന്ന് ഞാൻ പറയും. കിട്ടേണ്ടതാണെങ്കിൽ കിട്ടുമെന്ന് പറയും. സാധാരണ പാറക്കല്ല് പോലെ തന്നെയാണ് ഇതാണ് കുഴിച്ചെടുക്കുന്നത് മണ്ണിനടിയിൽ നിന്ന്. അപ്പൊ നമ്മൾ ഈ ഖനികളിലെ വീഡിയോകളൊക്കെ കാണുമ്പോൾ കാണാം ഇത്തരത്തിലുള്ള കല്ലുകളൊക്കെ അവര് പൊട്ടിച്ചത്. ഇത് ഹിമാലയൻ സാൾട്ട് പോലെ ഉണ്ടല്ലോ കണ്ടിട്ട്. ഓക്കെ, അപ്പോ ഗിഫ്റ്റ് ചെയ്ത സാധനം ആയതുകൊണ്ട് എനിക്ക് ഇതിനൊരു വില ഞാൻ ഇട്ടിട്ടുണ്ട്. സ്റ്റോണിന്റെ വിലയല്ല, അതിലെ എല്ലാ സ്റ്റോണും ഞാൻ പറഞ്ഞില്ല. അതിലെ ആംബർ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ആംബർ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് വൺ. ഇത് ഈ ചുമപ്പും മഞ്ഞയും മിക്സ് ചെയ്ത്. പിന്നെ ഇതും ഇതിന്റെ പേരെന്താ? അത് ടർക്വൈസ് എന്നാണ്. എന്റെ കയ്യിലിരിക്കുന്നത് നാച്ചുറൽ സ്റ്റോണുകളുടെ ബ്രേസ്ലെറ്റുകളാണ്. നാച്ചുറൽ സ്റ്റോണുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് എനർജി ദായകരാണ് എന്നാണ് വിശ്വാസം. ഇതിനൊപ്പം ഇതിന് റൈക്കി എനർജിയും കൂടി കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്തുദ്ദേശത്തിലാണോ ഇത് ധരിക്കുന്നത് അതിൻ്റെ ഫലം മനുഷ്യർക്ക് ലഭിക്കും എന്നാണ് വിശ്വസിച്ച് പോരുന്നതും പലരുടെയും എക്സ്പീരിയൻസിൽ നിന്ന് അത് തെളിയിക്കപ്പെട്ടിട്ടുള്ളതുമാണ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ശ്രീജ അഭിലാഷാണ്. ശ്രീജ അഭിലാഷ്, നമസ്കാരം. ശ്രീജ അഭിലാഷ് നമുക്ക് നാച്ചുറൽ സ്റ്റോണുകളെ കുറിച്ച് കൃത്യമായി പറഞ്ഞു തരും. സോ അതിൽ എന്താണ് ഈ നാച്ചുറൽ സ്റ്റോണുകൾ? നാച്ചുറൽ സ്റ്റോൺസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വൈഡൂര്യം, വജ്രം പോലെ തന്നെ ഭൂമിയുടെ അടിയിൽ നിന്ന് കിട്ടുന്ന സ്റ്റോണുകളാണ്. പക്ഷെ സാധാരണ ജനങ്ങൾക്ക് ഈ വജ്രമോ മറ്റുള്ള പ്രഷ്യസ് സ്റ്റോൺസോ വാങ്ങാൻ അത്ര അഫോർഡബിൾ ആയിരിക്കില്ല. അതിലും റേഞ്ച് കുറഞ്ഞ് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലുള്ള സ്റ്റോൺസ് ആണ് സെമി പ്രഷ്യസ് സ്റ്റോൺസ്. ഇത് എനർജൈസ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ക്രിസ്റ്റൽ അറ്റ്യൂൺമെൻറ്റ് കൊടുത്ത് 5 ദിവസം എനർജൈസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. അതായത് നമ്മൾ ഈ സ്റ്റോണുകൾ വാങ്ങി ബ്രേസ്ലെറ്റ് രൂപത്തിലാക്കിയതിന് ശേഷം അതിൽ വിവിധ പ്രക്രിയകളിലൂടെ നിങ്ങൾ എനർജി കൊടുക്കും. അതെ. അപ്പം ഒരുപാട് തട്ടിപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട്. ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ്സ് ഒരുപാട് ഉണ്ട്. ഗ്ലാസ്സിൽ ചെയ്യുന്നുണ്ട് ആൾക്കാർ, പ്ലാസ്റ്റിക്കിൽ വരുന്നുണ്ട്. അപ്പം സിമ്പിളായിട്ട് സാധാരണ ജനങ്ങൾക്ക് പോലും അത് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം എല്ലാ സ്റ്റോണും ഒരുപോലെ ഇരിക്കില്ല, ഫസ്റ്റ് കാര്യം. പിന്നെ കുറച്ച് വെയിറ്റ് ഉണ്ടായിരിക്കും, തണുപ്പുണ്ടായിരിക്കും. പിന്നെ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം അതിൽ ഇൻക്ലൂഷൻസ് ഉണ്ട്. പിന്നെ പെർഫെക്റ്റ് ആയിരിക്കില്ല, ക്രാക്സോ സുഷിരങ്ങളോ ഒക്കെ കാണാം. അങ്ങനെ തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. അതുകൂടാതെ നമുക്ക് ജെമോളജിസ്റ്റിൻ്റെ അടുത്ത് സർട്ടിഫിക്കറ്റ് ചെയ്ത് വാങ്ങാം. സർട്ടിഫൈ ചെയ്ത് വാങ്ങാനും സാധിക്കും. ഈ നാച്ചുറൽ സ്റ്റോണുകൾ എത്ര തരത്തിലുണ്ട്? ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ ഈ എനർജിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രധാനമായി യൂസ് ചെയ്യുന്നത് നമ്മൾ 7 ചക്രാസിന് അവൈലബിലിറ്റി അനുസരിച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഈ ടാൻസാനൈറ്റ് അങ്ങനെ പോലുള്ള ക്രിസ്റ്റലുകൾ ഇന്ത്യയിൽ അവൈലബിൾ അല്ല. അപ്പോൾ പുറത്തുനിന്ന് വരുത്തണം, അതിനനുസരിച്ച് റേറ്റ് കൂടും. അതിന് പകരം നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടുന്ന അധികം വില ഇല്ലാത്ത സാധാരണക്കാർക്ക് അഫോർഡബിൾ ആവുന്ന രീതിയിലുള്ള ക്രിസ്റ്റലുകളാണ് നമ്മൾ കൂടുതൽ കൊടുക്കുന്നത്. എന്തൊക്കെ പ്രശ്നങ്ങൾക്കാണ് നാച്ചുറൽ സ്റ്റോൺ ധരിച്ചാൽ പ്രയോജനം ലഭിക്കുക? എല്ലാ പ്രശ്നങ്ങൾക്കും. ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും. പണമില്ലാത്തതിന് ഉണ്ട്. ഈ റിലേഷൻഷിപ്പ് പ്രശ്നങ്ങൾ തീർച്ചയായും റോസ് ക്വാർട്സ്. ആകർഷണം റോസ് ക്വാർട്സ്. ആരോഗ്യത്തിന് ഹാർട്ട് ചക്ര, നമ്മുടെ ഗ്രീൻ കളറിലെ ക്രിസ്റ്റൽസ്. പിന്നെ അമെത്തിസ്റ്റ് നല്ലതാണ്, വയലറ്റ്. കരിയർ ഗ്രോത്തിന് സിട്രിൻ. എല്ലാ തരത്തിലും ഉണ്ട്. അപ്പൊ ഈ ആളുകൾക്ക് കൂടുതൽ ചോദിക്കാൻ താല്പര്യമുള്ള വിഷയം എന്തായിരിക്കും അറിയോ? ആൾക്കാർ മെയിൻ ആയിട്ട് ചോദിക്കുന്നത് റിലേഷൻഷിപ്പ് ആൻഡ് വെൽത്ത്. അവരുദ്ദേശിക്കുന്ന റിലേഷൻഷിപ്പ് എന്താ? മിക്കവരും പ്രണയം, അത് സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഫാമിലി പ്രോബ്ലംസിന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. റിസൾട്ട് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഈ പ്രണയ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് ഈ നാച്ചുറൽ സ്റ്റോൺ ധരിച്ചാൽ എങ്ങനെയാണ് അത് ഉണ്ടാവുക? ഞാൻ സത്യം പറഞ്ഞ ഇവർ വിചാരിച്ച കാര്യമായിരിക്കില്ല, അവർക്ക് ഏതാണോ നല്ലത് അത് സംഭവിക്കുന്ന രീതിയിലാണ് ഞാൻ എനർജൈസ് ചെയ്ത് കൊടുക്കണം. ഇന്നാള് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കില്ല. അവരുടെ ലൈഫിന് ഏറ്റവും അനുയോജ്യമായ ആള് അവരുടെ ലൈഫ് സുരക്ഷിതമായിട്ട് കൊണ്ടുപോകും. വിളിക്കുന്നവരല്ലേ എനിക്ക് തോന്നുന്നു, ഈ നമ്മൾ ഈ കുറേ പേര് ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി നമ്മൾ ഇന്റർവ്യൂ ഒക്കെ എടുക്കുമ്പോൾ
നമുക്ക് വരുന്ന കോളുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അധികം പേർക്കും വേണ്ടുന്നത് അവരുടെ മനസ്സിലൊരു പെൺകുട്ടി ഉണ്ടാവും, അല്ലെങ്കിൽ അവരുടെ മനസ്സിലൊരു ആൺകുട്ടി ഉണ്ടാവും. ഇത് രണ്ടു കൂട്ടരും വിളിക്കാറുണ്ട്. അവരെ വളയ്ക്കണം, മലയാളത്തിൽ പറഞ്ഞാൽ. അതിനു വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? അത് ചിലർ വിളിച്ചിട്ട് വശ്യം ചെയ്യാൻ പറ്റുമോ, പൂജ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഏതെങ്കിലും കല്ല് മേടിച്ച് ധരിക്കണോ, എന്താണ് ചെയ്യുന്നത്? അപ്പം ഞാൻ ഇവരോടൊക്കെ പറയും, നിങ്ങൾ ആത്മാർത്ഥമായി ശ്രമിച്ചാൽ മതി, ഇതൊന്നും ചെയ്യേണ്ടതെന്ന് ഞാൻ പറയും. കിട്ടേണ്ടതാണെങ്കിൽ കിട്ടുമെന്ന് പറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഇപ്പോൾ ഒരാൾക്ക്, ഇപ്പോൾ നമ്മുടെ ക്യാമറമാൻ നന്ദുവിന് ഒരു പെൺകുട്ടിയോട് പ്രണയമുണ്ട്. നന്ദു ശ്രീജയെ കണ്ടിട്ട് ഇതാണ് സംഭവം, എനിക്കൊരു നാച്ചുറൽ സ്റ്റോൺ വേണം എന്ന് പറഞ്ഞ് താങ്കൾ ഒരു എനർജി കൊടുത്തിട്ട് ഒരു സ്റ്റോണിൻ്റെ ബ്രേസ്ലെറ്റ് നന്ദുവിന് കൊടുക്കുകയാണ്. നന്ദു അതൊക്കെ ഇട്ടുകൊണ്ട് ആ പെൺകുട്ടിയുടെ മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു കഴിഞ്ഞാൽ ആ പെൺകുട്ടി വളയും. അങ്ങനെ ഞാൻ പറയില്ല. ആൾക്ക് അത് യോജിച്ചതാണെങ്കിൽ വളയും. പറഞ്ഞ ഭാഷ ഞാൻ തിരിച്ചു പറഞ്ഞതാണ്. ഇനി അതല്ല എങ്കിൽ ഇയാൾക്ക് തന്നെ മനസ്സിലാവും, ആക്സെപ്റ്റ് ചെയ്യും, ഇതെനിക്ക് യോജിച്ചതല്ല, എനിക്ക് യോജിച്ച ആള് വരാൻ ആള് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവും. യെസ്, പ്രശ്നത്തിന് പരിഹാരമുണ്ട്. അപ്പൊ മിക്കവാറും നന്ദു ആശ്വാസം മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. പക്ഷെ ഇവർക്ക് തന്നെ അത് മനസ്സിലാവും, എനിക്ക് യോജിച്ച ആള് എത്തിക്കഴിയുമ്പോ ആള് ഇതല്ല, വെയിറ്റ് ചെയ്യാനും തയ്യാറ്. ആ വാശി പോവും, എനിക്ക് ഇന്ന ആളെ തന്നെ വേണം എന്നുള്ളത്. പിന്നെ ആ വിഷമം, ബ്രേക്കപ്പ് ഒക്കെ ഉണ്ടാകുമ്പോൾ അതൊന്നും അത്ര അവരെ എഫക്ട് ചെയ്യില്ല. അപ്പൊ അവരുടെ മനസ്സിനെ ഒന്ന് കൂളാക്കാൻ ഇതിന്റെ ഒരു എനർജി സാധിച്ചിട്ട് എന്നുള്ളതാണ്. ഇപ്പോ ചിലര് പറയാറുണ്ട്, നാച്ചുറൽ സ്റ്റോൺ വാങ്ങി ധരിച്ചിട്ട് അത് പൊട്ടിപ്പോയാൽ ദോഷമാണ്. ഒരിക്കലല്ല. അതെന്താ വെച്ചാൽ നമ്മളെ ബാധിക്കാനിരുന്ന എന്തോ ഒരു അപകടം അത് കൊണ്ടുപോയി. അത് നമുക്ക് നല്ലതല്ലേ, അത് നമുക്ക് വരേണ്ടതായിരുന്നു. അതാ ക്രിസ്റ്റൽ പൊട്ടിപ്പോയി. ഇപ്പം ഇത് ബ്രേസ്ലെറ്റ് ആണ്, നിങ്ങളിത് കോർക്കുന്നത് ടങ്കീസ് നൂലിലാണെന്ന് തോന്നുന്നു കണ്ടെടുത്തോളം. അപ്പം ഈ ടങ്കീസ് നൂലിൽ കോർത്ത ഇത് എപ്പോഴാണെങ്കിലും പൊട്ടിപ്പോവാം. അങ്ങനെ പൊട്ടിപ്പോയത് വീണ്ടും കോർത്ത് ധരിക്കുന്നതുകൊണ്ട് പ്രശ്നം. അത് വീണ്ടും എനർജൈസ് ചെയ്തിട്ടുണ്ട്, യാതൊരു പ്രശ്നം. എങ്ങനെയാണ് എനർജൈസ് ചെയ്യുക? അത് നിങ്ങളെ തന്നെ സമീപിക്കണം. അതിന് നിങ്ങൾ വേറെ പൈസ വാങ്ങില്ലേ? ഇല്ല, ജസ്റ്റ് ഒന്ന് ദക്ഷിണ പോലെ എന്തെങ്കിലും, അല്ലാണ്ട് ക്രിസ്റ്റലിന്റെ പൈസ വാങ്ങില്ല, എനർജൈസ് ചെയ്ത് കൊടുക്കും. ഈ ചിലർ പറയാറുണ്ട് ഇത് ഉപ്പുവെള്ളത്തിൽ ഇട്ട് വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഉപ്പുവെള്ളം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഉപ്പ് ഇപ്പോൾ കടൽ തീരത്തൊക്കെ താമസിക്കുന്നവരുടെ വീടുകളിലെ ഭിത്തികളും അവരുടെ വണ്ടികളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ തുരുമ്പണം, ഉപ്പ് എന്തിനേയും നശിപ്പിക്കും. അപ്പോൾ ഇത് ഉപ്പുവെള്ളത്തിൽ ഇട്ട് വെക്കുന്നത് ഈ സ്റ്റോൺ, നല്ല സ്റ്റോൺ ആണെങ്കിൽ സ്റ്റോൺ നശിച്ചു പോകില്ലേ? സ്റ്റോണുകൾ നശിക്കും. അത് കുറേ പേര് നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് അതിലൊക്കെ സാൾട്ട് വാട്ടർ എന്ന് കാണുമ്പോൾ 24 മണിക്കൂറൊക്കെ ഇട്ട് വെച്ചിട്ട് എന്നെ വിളിക്കുന്നവരുണ്ട്, ക്രിസ്റ്റൽ ആകെ റഫായില്ലോ എന്ന് ചോദിച്ചു. ഞാനൊരു എക്സാമ്പിൾ, ഒറിജിനൽ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിന്റെ ശരിക്കുള്ള രൂപം. കണ്ടോ, ഇത്ര റഫാണ്. ഈ ക്രിസ്റ്റലിനെയാണ് അവര് പോളിഷ് ചെയ്ത് ഇത്ര സ്മൂത്ത് ആക്കി എടുക്കുന്നത്. എന്റെ കയ്യിൽ തരാൻ പറ്റുമോ? ഇത് നമ്മുടെ സാധാരണ പാറക്കല്ല് പോലെ തന്നെയാണ്. ഇതാണ് കുഴിച്ചെടുക്കുന്നത് മണലടിയിൽ നിന്ന്. അപ്പൊ നമ്മൾ ഈ ഖനികളിലെ വീഡിയോകളൊക്കെ കാണുമ്പോൾ കാണാം ഇത്തരത്തിലുള്ള കല്ലുകളൊക്കെ അവര് പൊട്ടിച്ചത്. ഇത് ഹിമാലയ സാൾട്ട് പോലെ ഉണ്ടല്ലോ കണ്ടിട്ട്. ഓക്കെ, അപ്പോ ഇപ്പൊ കാണിക്കുമ്പോൾ എന്റെ കയ്യിൽ കരിയുണ്ട് കേട്ടോ. ഞാനൊരു നിലവിളക്ക് കത്തിച്ച് എന്റെ കരിയാണ്, ആരും തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, അപ്പൊ ഈ കല്ലുകളെയാണ് ഇത്തരത്തിൽ സ്മൂത്ത് ചെയ്ത് എടുക്കുന്നത്. ഇതിലെ ടംബിൾ സ്റ്റോൺ ഇതുപോലെ സ്മൂത്ത് ആക്കുന്നത്. ഇത് സ്മൂത്ത് ആക്കിയതാ? ഇത് സ്മൂത്ത് ആക്കിയതാ, ടംബിൾ ആയി. ഓക്കെ, ഇതിനെയാണ് പിന്നെ ചെറിയ ചെറിയ മണികളാക്കി മാറ്റുന്നത്. അതെ അതെ. ഉദാഹരണത്തിനാണ് എന്റെ കയ്യിൽ കിടക്കുന്ന ഇത് നാച്ചുറൽ സ്റ്റോൺ ആണെന്ന് അവകാശപ്പെടുന്ന സാധനമാണ്. ഇതിലെല്ലാം നാച്ചുറൽ സ്റ്റോൺ അല്ല എന്നാണ് ശ്രീജ എന്നോട് പറഞ്ഞത്. ഇത് വലിയ വിലയുള്ള സാധനമൊന്നുമല്ല, ചെറിയ വിലയ്ക്ക് ആയിട്ടാവും. പക്ഷെ ഇതിന് എനിക്ക് വിലയുണ്ട്, കാരണം എനിക്ക് ഒരാൾ ഗിഫ്റ്റ് ചെയ്ത സാധനം ആയതുകൊണ്ട് എനിക്ക് ഇതിനൊരു വില ഞാൻ ഇട്ടിട്ടുണ്ട്. സ്റ്റോണിന്റെ വിലയല്ല. അതിലെ എല്ലാ സ്റ്റോണും ഞാൻ പറഞ്ഞില്ല, അതിലെ ആംബർ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ആംബർ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് വൺ. ഇത് ഈ ചുമപ്പും മഞ്ഞയും മിക്സ് ചെയ്ത്. പിന്നെ ഇതും ഇതിന്റെ പേരെന്താ? അത് ടർക്കോയ്സ് എന്നാണ് പറയുന്നത്, ഒറിജിനൽ അല്ല. അപ്പം ഇത്തരത്തിൽ കിട്ടുന്ന ഈ പാറ കഷ്ണം നമ്മള് വീടിന്റെ കോൺക്രീറ്റിന്റെ ഒക്കെ ഇറക്കുന്ന 3/4 ഇഞ്ച് മെറ്റലിന്റെ വലിപ്പത്തിലുള്ള ഒരു കല്ലാണ്. ഇത് പല വലിപ്പത്തിലാണ് കിട്ടുക, വലിയ പാറ പോലൊക്കെ കിട്ടും. ഇതിനെയാണ് ഇവര് പോളിഷ് ചെയ്തിട്ട് ഇത്തരത്തിൽ. ഇതെന്താ? ഇത് നമ്മള് ഹീലിംഗിന് ഉപയോഗിക്കുന്ന ഹീലിംഗ് വാൻഡ് ആണ്. നിങ്ങളുടെ കൈകൊണ്ട് തൊടുന്ന പ്രശ്നമില്ല. ഓക്കെ, അപ്പൊ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ വളരെ സ്മൂത്ത് ആണ്. അപ്പൊ ഇത് ഉപ്പുവെള്ളത്തിൽ ഇട്ട് വെച്ചാൽ ഇതിന്റെ റഫായി പോകും. പിന്നെ കാലക്രമേണ ഇത് ദ്രവിച്ചും പോകില്ലേ? ഇപ്പൊ മെയിൻ ആയിട്ട് ഹൗലൈറ്റ്, സെലനൈറ്റ്, പിന്നെ ഇത് ലാപ്പിസ് ലസൂലി, ഇതൊന്നും അധികം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചാല് നാശമായി തുടങ്ങും. അതെ അതെ, ഇതാണ് സെലനൈറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ ബ്രേസ്ലെറ്റ് ഉണ്ട്. ഇതൊക്കെ വെള്ളത്തിലിട്ട് വെച്ചാൽ പൊടിഞ്ഞു പോകും. ഓക്കെ, അപ്പൊ പിന്നെ ഉപ്പുവെള്ളത്തിൽ അല്ലാണ്ട് പിന്നെ എങ്ങനെയാണ് ഇത് സൂക്ഷിക്കുക? അതാണ് എന്റെ നല്ല ചോദ്യം. കാരണം ഇത് സെലനൈറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ
മറ്റുള്ള ക്രിസ്റ്റലിനെ ക്ലെൻസ് ചെയ്യുകയും ചെയ്യും, എനർജൈസ് ചെയ്യുകയും ചെയ്യും. ഇതിൽ ഊരി വെച്ച ക്രിസ്റ്റൽ വെച്ചിട്ട് 24 മണിക്കൂർ പിറ്റേ ദിവസം എടുത്തിട്ടാൽ മതി. ഓ, ഇത് ക്രിസ്റ്റൽ കട്ട് ചെയ്ത് എടുത്തേക്കണോ? അതെ അതെ. ഇതിനകത്ത് ഇത്ര ഒരു പീസിന് എത്ര രൂപ വരും? അതിനൊരു നമ്മൾ എനർജൈസ് ചെയ്തിട്ടാ കൊടുക്കണേ. ഞാനൊരു 1000 അഫോർഡബിൾ ആയിട്ടുള്ള. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഈ ബ്രേസ്ലെറ്റ് ഒക്കെ ഊരി ഇതിൽ വെച്ചിരുന്നാ മതി. അതെ. ഓക്കെ. അപ്പം ഇതിന്റെ തന്നെ ബൗള് വരും, അപ്പൊ റേറ്റ് കൂടും. ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ആണ്. ഉപ്പുള്ളതിലൊന്നും ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല. ഒന്നും വേണ്ട. അപ്പൊ എന്റെ കയ്യില് ഇത് 3ാമത്തെയാണ്, 2 പൊട്ടിപ്പോയി. അപ്പം ഒന്ന് ഞാൻ ഊരി വെച്ചപ്പോ അത് ഇങ്ങനെ വലിക്കുമ്പോൾ ഉണ്ടാകുന്ന ടെമ്പറിൽ പൊട്ടിയതാണ്. മറ്റേത് ഒരു ലിഫ്റ്റിൽ ഇറങ്ങി വരുമ്പോൾ എൻ്റെ ബാഗിൽ തട്ടിപ്പൊട്ടിയതാണ്. പക്ഷേ ഈ എല്ലാ ദിവസവും ഞാൻ നിങ്ങളെ പോലുള്ള ആളുകളെ കാണുന്നതുകൊണ്ട് ഇവരൊക്കെ പറഞ്ഞു അതിന് ധരിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് സന്തോഷത്തോടു കൂടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന് വീണ്ടും എനർജൈസ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കും. ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഈ ക്രിസ്റ്റല് പൊട്ടും, ക്രിസ്റ്റല് ബ്രേക്ക്. അത് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ അത് ഉപയോഗിക്കേണ്ട, അത് കുഴിച്ചിടാം അല്ലെങ്കിൽ വെള്ളത്തിൽ ഒഴുക്കി കളയാം. എൻ്റെ കയ്യിലൊരു ബെർത്ത് സ്റ്റോണിന്റെ റിംഗ് ഉണ്ടായിരുന്നു. അത് ഞാൻ വെള്ളിയിൽ കെട്ടിയിട്ടിരുന്നതാണ്. പക്ഷെ അത് ക്രാക്ക് വീണു. അപ്പൊ പിന്നെ നമ്മൾ ഉപയോഗിക്കില്ല. ക്രാക്ക് വീണ് ഞാൻ അന്നേരം ഇത് കുറച്ചാളെ ഉപയോഗിച്ചുള്ളൂ, 2 മാസം. അപ്പം ഞാനിത് വാങ്ങിയ കടയിൽ പോയി വഴക്കുണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോൾ ഞാനിത് ഒരാളോട് പറഞ്ഞു ഇതുപോലെ ഇന്റർവ്യൂവിന് വന്നപ്പോൾ. അപ്പോൾ എന്നോട് ചോദിച്ചു എവിടെയൊക്കെ പോയി എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പോയ സ്ഥലങ്ങളൊക്കെ പറഞ്ഞ് അതങ്ങനെ അങ്ങ് ഊരി കളഞ്ഞേരെ. കാര്യം ഞാൻ കുറച്ച് ഇന്റർവ്യൂവിൻ്റെ ഭാഗമായി ഈ ആത്മാക്കളുമൊക്കെ ഡീൽ ചെയ്യുന്ന പലരുടെയും അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രോഗത്തിന് വരാനിരുന്നൊരു അപകടം അങ്ങനെ അങ്ങ് പോയി എന്ന് വിചാരിച്ചാൽ മതി. സത്യം.